ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. സ്വാതന്ത്ര്യ സമരകാലത്ത് പലപ്പോഴും ലാൽ ബഹദൂർ ശാസ്ത്രി ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ലാലാ ലജ്പത് റോയ് ആരംഭിച്ച ഒരു സംഘടനയുണ്ട്, സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി. ജയിലിലാകുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബാംഗങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള സാമ്പത്തിക സഹായം നൽകാനാണ് ഈ സംഘടന ആദ്യമായിട്ട് രൂപീകരിച്ചത്. ഇങ്ങനെ ലഭിക്കുന്ന തുകയിൽ നിന്ന് ഒരു 10 രൂപ തനിക്ക് മിച്ചം പിടിക്കാനാകുന്നുണ്ടെന്ന് ഭാര്യ ഒരിക്കൽ ലാൽ ബഹദൂർ ശാസ്ത്രിയോട് പറഞ്ഞു. പിന്നെ ഒട്ടും താമസിച്ചില്ല, തൻ്റെ കുടുംബത്തിന് നൽകുന്ന ധനസഹായം വെട്ടിച്ചുരുക്കണമെന്ന് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയോട് സംഘടനയ്ക്ക് ജയിലിൽ നിന്ന് ശാസ്ത്രി കത്തെഴുതി. കാരണം 10 രൂപ അധികം വരുന്നുണ്ടല്ലോ. അധികമായി തനിക്ക് നൽകുന്ന തുക അത്യാവശ്യമുള്ള മറ്റാർക്കെങ്കിലും കൈമാറണമെന്നായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആവശ്യം. ഭാര്യയോട് അതുവരെ സമ്പാദിച്ച തുക സംഘടനയ്ക്ക് തിരിച്ചു നൽകാനും ലാൽ ബഹദൂർ ശാസ്ത്രി നിർദ്ദേശിച്ചു എന്നാണ് വാർത്ത. അതായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മനുഷ്യൻ്റെ ലാളിത്യവും ദീർഘവീക്ഷണവും. സമര സേനാനികളുടെ കുടുംബത്തിന് ലഭിക്കുന്ന സഹായത്തിനും സമ്പാദിക്കാനുള്ളതല്ലെന്നായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ഭാര്യയോടും മറ്റുള്ളവരോടും പറഞ്ഞത്. പാവപ്പെട്ടവർക്കും നിരാശ്രയർക്കും നിരാലംബർക്കുമുള്ള ക്ഷേമ പെൻഷൻ അനർഹരായ ആളുകൾ തട്ടിയെടുക്കുന്ന ഒരു നാട്ടിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ ഉയർത്തിക്കെട്ടിയ വെളിച്ചത്തിൻ്റെ ഒരു പന്തമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെയുള്ള ആളുകളെ പൊതുരംഗത്ത് നിഷ്ക്രമിച്ചതാണ് ഒരുപക്ഷെ ഈ നാട് ഇന്ന് നേരിടുന്ന വിനാശകരമായ കാര്യം എന്നുകൂടി നമ്മൾ പറയേണ്ടി വരുന്നു. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം 2 നൂറ്റാണ്ടോളം വെള്ളക്കാരൻ്റെ സാമ്രാജ്യത്തോട് അടരാടി സ്വാതന്ത്ര്യത്തിലേക്ക് നാം കാലെടുത്ത് കുത്തുമ്പോൾ ഇങ്ങനെ എന്തെല്ലാം ആത്മത്യാഗങ്ങൾ ചെയ്ത ആളുകളെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. പുതിയ കാലത്ത് ഈ സ്വാതന്ത്ര്യമെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ലൈസൻസാക്കി മാറ്റി അത് ദുരുപയോഗം ചെയ്യുന്നവരും പൊതുപ്രവർത്തനവും അതുപോലെ അധികാര കസേരകളും സ്വന്തം കീശ വീർപ്പിക്കുന്ന ഉപാധിയായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി നിങ്ങൾ ഏറ്റവും വലിയ അപവാദമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതേസമയം ലാൽ ബഹദൂർ ശാസ്ത്രി പോലെയുള്ളവരുടെ ആത്മകഥകൾ നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് പുതിയൊരു അവബോധം ഉണ്ടാക്കണം. പൊതുപ്പണം നമ്മുടെ കീശ വീർപ്പിക്കാനുള്ളതല്ല എന്ന്.